ശേഷം സോനുഷിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് നേഴ്സുമാർക്ക് ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. എന്നോട് കുറേ നാളായിട്ട് ആൾക്കാർ കുറേ റിക്വസ്റ്റുകൾ ചെയ്യുന്ന വീഡിയോകളാണ്. OSCE, CBT ആൻഡ് OET എന്നൊക്കെ പറഞ്ഞ്. അപ്പം നമ്മുടെ സമയപരിമിതി കൊണ്ടാണ് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത്. പുറത്ത് ഭയങ്കര ഒച്ചയാണ്, അത് കാരണം കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ അകത്തേക്ക് കയറിയതാണ്. ഓക്കെ, അപ്പം ഞാൻ എന്നാൾ പറഞ്ഞായിരുന്നു, ഞാൻ OSCEയുടെ അസസ്മെൻറ്റും പ്ലാനിങ്ങും ചെയ്തു, ഇംപ്ലിമെൻറ്റേഷൻ മാത്രം ചെയ്തില്ല. അപ്പം ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ചെയ്ത് കാണിക്കാം. പറഞ്ഞായിരുന്നു ഓൾറെഡി, എക്സ്പ്ലെയിൻ എല്ലാം ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന്. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 15 minutes ആണ്. അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് പേഷ്യൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഏപ്രിലും ക്ലാസ്സൊക്കെ വേറെ ഇതെല്ലാ പരിപാടി 15 minutes കൊണ്ട് നമ്മൾ കഴിഞ്ഞിരിക്കണം. ഇപ്പോൾ അവരത് 15 minutes ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയേക്കുന്നത്, 15 minutes. അപ്പം അതുകൊണ്ടാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുവാണേ. കയറി ചെല്ലുന്നു, അപ്പോഴത്തേനും അവർ പറയുന്നു ഇന്ന അസസ്മെൻ്റ് ആണ്, ഇംപ്ലിമെൻറ്റേഷൻ ആണെന്ന് പറയുന്നു, ഇത്ര സമയമുണ്ട്. അപ്പം നമുക്ക് പേഷ്യൻറ്റിനാണ് തരുന്നത്. അപ്പോൾ അവർ നമ്മളോട് പറയുന്നു തുടക്കത്തിൽ തന്നെ ഏപ്രിൽ ഗ്ലൗസ് ഇടാൻ പറയുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ എന്നാ പറഞ്ഞാൽ അസസ്മെൻറ്റിനും ഹാൻഡ് ഹൈജീൻ ഫുള്ള് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൽസിന് ഹാൻഡ് ഹൈജീൻ മൊത്തം കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവർ പറയും ഹാൻഡ് ഹൈജീൻ ടെക്നിക്ക് ഫുള്ള് കാണിക്കേണ്ട, എപ്പോഴും ഗ്ലൗസ് ഇട്ട് തുടങ്ങിക്കൊള്ളാൻ പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന ആസ് എ എൻ്റർ ദ റൂം, ചെക്കിംഗ് ഫോർ സീൻ സേഫ്റ്റി, ദർ ഇസ് നോ ഹസാർഡ്, ഐ ആം ഹാപ്പി ടു അപ്രോച്ച് ദ റൂം, ഫോർ ദ പേഷ്യൻറ്റ് പ്രൈവസി ആൻഡ് ഡിഗ്നിറ്റി, ഐ എം ജസ്റ്റ് ഡൂയിങ് ദ കർട്ടൻ എന്ന് പറയാം. എന്നിട്ട് ഐ എം ജസ്റ്റ് ഡൂയിങ് മൈ ഹാൻഡ് ഹൈജീൻ എന്ന് ചുമ്മാ ഇങ്ങനെ കാണിച്ചാൽ മതി. ഇങ്ങനെ എല്ലാ പ്രൊസീജിയർ, ഫുൾ പ്രൊസീജിയർ കാണിക്കുന്നു. ദെൻ ഐ ആം ഗോയിങ് ടു വെയർ മൈ ഏപ്രൺ ആൻഡ് ഗ്ലൗസ് എന്ന് പറയുന്നു. ഇത്രയും പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഏപ്രിൽ ഗ്ലൗസ് ഒക്കെ വെച്ച് കാണിക്കാം. അത്ര സമയം മനസ്സിലാവും. അപ്പം ഏപ്രിൽ ഗ്ലൗസ് കിട്ടു. ദെൻ യു ആർ എൻറ്ററിങ് ഇൻ ടു ദ റൂം. സെയിം ആ റൂമിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഓക്കെ. അപ്പം ഓക്കെ, ദെൻ ഐ ആം ഗോയിങ് ടു റീഡ് മൈ കേസ് നോട്ട് എന്ന് പറയുന്നു. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ പേഷ്യൻറ്റിൻ്റെ ഇതൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതിയേക്കുവാണ്. ലൈക്ക് പോൾ സ്മിത്ത്, 77 years old, was brought by ambulance in the emergency department after experiencing episodes of shortness of breath, chest pain and severe weakness. Paul was put on high flow oxygen therapy and his ECG reading and cardiac enzyme level were checked. So Paul Smith was also given some pain relief. He has a history of congestive cardiac failure and is undergoing treatment for this. Full വായിച്ചു. Okay, so please administer and document Paul's 2 o'clock medication in a safe and professional manner. അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം പേഷ്യൻ്റ് ഈസ് നൗ സ്റ്റേബിൾ ആൻഡ് ഹാസ് ട്രാൻസ്ഫർഡ് ടു ദ കാർഡിയോളജി യൂണിറ്റ്. സോ ഇത്രയും നമ്മൾ കേസ് നോട്ട്സ് വായിച്ചു കഴിഞ്ഞ് പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽ ഇതിൻ്റെ അകത്തുള്ള പേജിലാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ റിസ്റ്റ് ബാൻഡ് നോക്കിയിട്ട് കറക്റ്റ് പേഷ്യൻ്റ് ആണെന്ന് മേക്ക് ഷുവർ ചെയ്യണ്ടേ. അപ്പോൾ യു ആർ ഗോയിങ് ടു ദ പേഷ്യൻറ്റ്. ഓക്കെ, അവിടെ നിന്ന് പറയുകയാണേ. അപ്പം നമ്മൾ 2 o'clock മെഡിക്കേഷനാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞത്. അപ്പം ഗുഡ് ആഫ്റ്റർനൂൺ. My name is Rashmi. I am the staff nurse who is going to look after you today. So I am here to give you afternoon medication. Is that okay with you? Yes, fine. So I need to confirm you are the right patient. So can I touch your wristband? Yes. Can you please tell me your full name? Okay. How can I call you? Paul. Okay. Can you please tell me your date of birth? 28/7/68. Okay. And the hospital number is 004668. Okay. Have you got any allergies? Yes. What you are allergic with? Penicillin. White wristband. No allergy. You have no allergies. Oh. Okay, you have no allergies. Okay, അങ്ങനെ പറയാം. അല്ലെങ്കിൽ just in case I'm just giving an option, like you can just say have allergies. Okay, he said penicillin. So what will happen if you take the penicillin? Rashes. Okay, so I will make sure that you are not having any medication contain penicillin. Is that okay? Okay. അപ്പം ഞാൻ പറഞ്ഞു പുതിയ മെഡിക്കേഷനായിട്ട് കുറച്ച് ചേഞ്ചസ് ഉണ്ട്. സോ നമ്മൾ പേഷ്യൻറ്റിനോട് ചോദിക്കുന്നത്, ഇപ്പോൾ പേഷ്യൻറ്റിനോട് ചോദിക്കുന്നു, are you comfortable? I have pain. Where you have pain? In my hands. Chest. In my chest. So okay. So if you say 0 is no pain and 10 is the worst pain, where will you put your pain is? 5.
Okay, you have moderate pain. So, would you like some painkillers for that? Yes, please. I will check the drug chart. Then just check if there is any medication during this time. If anything not prescribed, I will ask the doctors to prescribe some. Is that okay? Okay. So, do you want to go to the toilet before I give the medication? No problem. Okay. So here is the call bell. If you need anything, just ring the bell. I'm just going to prepare the medication. Okay. So before that, I will just read. Before I read my case note, can I ask you, have you got any problem with the swallowing? No. No problem. Claire Vincent. She's working in the cardiology unit. Her signature is present. So the patient is allergic with the penicillin, and the effect is rashes. And doctor name and signature, bleep number is present. And medication risk factor, pregnancy, no. The medication risk factor is for the diabetes and other high risk conditions, so hypertension. അത്രയും വായിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെയുള്ളത് ഇവിടം വരെ വായിക്കേണ്ട. പിന്നെ വായിക്കേണ്ടത് വൺസ് ഓൺലി മെഡിക്കേഷൻ ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. Once only medication. So, once only medication is morphine sulfate 10 milligram through the IV for pain. 9 o'clock given by Joe Finn, RN, and pharmacy check done by Dan Matthew. Then the next medications, glycerol nitrate 400 microgram given through the sublingual for chest pain at 9 o'clock. Prescribed at 9 o'clock and given at 9:10 by Jofin, RN, and pharmacy checked by Dan Matthew. അത്ര നമ്മൾ വായിച്ചു. അപ്പോൾ നമ്മൾ ഓർത്തോണ്ട് നമ്മൾ 2 o'clock മെഡിക്കേഷൻ ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 9 o'clock മോർഫിൻ സൾഫേറ്റും ഗ്ലിസറിൽ നൈട്രേറ്റും കൊടുത്തിട്ടുണ്ട്. So then prescribed oxygen. The patient is the target oxygen saturation rate is 94 to 98%, and the starting device flow rate dated today. The oxygen flow rate started at 9 o'clock through the nasal cannula for 3 liter. Stop date is not prescribed. So that means oxygen still continuing. Assessor, may I know what's the saturation rate for the patient is now? 96. Still it's in the target oxygen saturation, so I'm not going to do anything. എന്ന് ഞാനങ്ങ് പറയുവാണ്. സോ ഇതിൻ്റെ എന്താ പറയുന്നത്, ആ കോഡ് നേസൽ ക്യാനിലാണ് എന്നാണ് ആ കോഡ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോഡ് നമുക്ക് ആ സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ നോക്കിയിട്ട് വായിക്കാം. പിന്നെ നമ്മൾ അടുത്തലേക്ക് പോകണം. ആൻറ്റിമൈക്രോബിയൽസ്. പേഷ്യൻ്റ് ഹാസൻ പ്രിസ്ക്രൈബ്ഡ് ഫോർ എനി ആൻറ്റിമൈക്രോബിയൽസ് നമ്മൾ പറയുന്നു. അതിൻ്റെ ചെക്ക് അലർജീസ് ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. അത് കാരണം ആ പേജ് നമുക്ക് മറിച്ച് കളയാം. അതിൻ്റെ നെക്സ്റ്റ് പേജ് ആണ്. ഗോ ടു ദ നെക്സ്റ്റ് പേജ്. പിന്നെ ഞാൻ പറയാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മൾ ഫസ്റ്റ് പേജ് വായിച്ച് കഴിയുമ്പോൾ നമ്മൾ പേഷ്യൻ്റ് ഡീറ്റെയിൽസ് എല്ലാം വായിച്ചില്ലേ. ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് കഴിഞ്ഞിട്ട് പറയാം, ഓക്കെ ഐ എം ജസ്റ്റ് ഗോയിങ്, ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ചെക്ക് ത്രൂ ഓൾ ദ പേജസ്, ദ ഡീറ്റെയിൽസ് ആർ കറക്റ്റ്, പേഷ്യൻസ് ഡീറ്റെയിൽസ് ആർ കറക്റ്റ് എന്ന് പറയുക. എന്നിട്ട് ഇങ്ങനെ എല്ലാ പേജും നോക്കിയിട്ട് എല്ലാം കറക്റ്റ് ആണെന്ന് പറയുമോ, ഓൾ ദ ഡീറ്റെയിൽസ് കറക്റ്റ് എന്ന് പറയുക. എന്നിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എന്നിട്ട് പേഷ്യൻ്റ് മെഡിക്കേഷൻ. അപ്പോൾ റെഗുലർ വി ആർ മൂവിങ് ടു ദ റെഗുലർ മെഡിക്കേഷൻ. ഫ്രൂസിമാഡ് prescribed today, 40 milligram. Start date is today and finish date is for 4 days, and frequency is OD and through orally for 5 days. Prescribed for 10 o'clock, and pharmacy check done by Dan Matthew, and a prescriber's signature and bleep number is present. Then it says signature ഇട്ടില്ല. അപ്പം നമുക്ക് പറയാം, it has not been did the signature, so I will make sure, I will ask the in charge the medication is given or not. If not given, I will give the medication later എന്ന് പറയാം. ഓക്കെ. ആൻഡ് പേഷ്യൻറ്റ് കെയിം അറ്റ് 9 o'clock ആണ്. അവർ സ്റ്റാർട്ട് ഡേറ്റിൽ ഓൾറെഡി കൊടുത്തേക്കുന്നത് മെഡിക്കേഷൻ എന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അവർ മോസ്റ്റ് ഓഫ് ദ ടൈം ദ അസസർ മേ ടെൽ യു ലൈക്ക് ദ മെഡിക്കേഷൻ ഹാസ് ബീൻ ഗിവൻ, ദ പേഷ്യൻ്റ് അഡ്മിറ്റഡ് അറ്റ് 9 o'clock, സോ യു ക്യാൻ ജസ്റ്റ് ഗിവ് എന്ന് പറയും. സോ ഓക്കെ, ദ പ്രിസ്ക്രിപ്ഷൻ
is valid and eligible, so I can administer this medication. But next medication is digoxin, prescribed today. Dose is 125 micrograms. Start date is today. Finish date is for 4 days. Frequency is OD and through orally for 5 days. The time is prescribed for 2 o'clock. And the prescriber signature and bleep number is present, and doctor pharmacy checked in by Dan Matthew. The prescription is valid and eligible. I can give this medication. Before I can give the medication, I ask the assessor, assessor may know what's the heart rate for the patient. Normal parameter. Normal parameter. It's a normal parameter. Okay, I can give the digoxin. And the next medication is Ramipril. This old drug chart. നമ്മുടെ പുതിയ എക്സാമിൻ്റെ ഡ്രഗ് ചാർട്ടിൻ്റെ റീസണും പറഞ്ഞിട്ടുണ്ട്. ആ റീസൺ തന്നെ വായിക്കാവുള്ളൂ കേട്ടോ, കാരണം ഞാനത് ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. Ramipril, prescribed today 10 mg. Start date is today and finish date is 4 days. Prescriber signature and bleep number is present. Pharmacy checked in by Dan Matthew and route through orally for duration for 5 days, and the time is prescribed for 2 o'clock. So it is due in my time. And assessor may know what is blood pressure for the patient. 120/80. As a normal parameter, so I can give the medication. As required medication is prescribed cocodamol, prescribed today 30/500 mg for 2 tablets. Start date is today, finish date is 4 days. Prescriber signature and bleep number is present, and frequency is 4 to 6 hourly. Route orally for duration for 5 days. Pharmacy checked in by Dan Matthew. Prescriber signature and bleep number is present. Patient told me that patient is in pain, so I can give cocodamol. It's not given as a stat dose. It's given morphine sulfate. So I can give this medication. Okay, and then the next medication is morphine sulfate, prescribed today 10 mg. Start date is today, finish date is for 4 days. Prescriber signature and bleep number is present. Pharmacy checked by Dan Matthew, and frequency is 4 hourly through orally for 5 days. But അത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ പെയിൻ സ്കെയിൽ ആർഡറിൻ്റെ അനുസരിച്ച് നമ്മൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് കൊടുക്കുക. അപ്പോൾ കൊക്കോഡമോൾ കൊടുക്കുക. ഓൾറെഡി പേഷ്യൻറ്റ് മോർഫിൻ സൾഫേറ്റ് സ്റ്റാർട്ട് ഡോസ് ആയിട്ട് ഇറ്റ് ഹാസ് ബീൻ ഗീവൺ അറ്റ് 9 o'clock. So we are not going to give morphine sulfate, we will give cocodamol. So then checking there is no infusion running. So patient is due for ഇപ്പോൾ നമ്മൾ ഫ്ലൂസിമൈഡ് കൊടുക്കുകയാണെങ്കിൽ ഫ്ലൂസിമൈഡ് ആൻഡ് ഡിജോക്സിൻ ആൻഡ് ജാമിപ്രിൽ ആൻഡ് കൊക്കോഡമോൾ എത്ര മെഡിക്കേഷനാണ് കൊടുക്കുന്നത്. അപ്പം പേഷ്യനോട് പറയാം, സോ ഐ ഹാവ് റെഡ് ഓളിവർ ഡ്രഗ് ചാർട്ട്, സോ യു ആർ ടേക്കിംഗ് ഫ്ലൂസിമൈഡ്. അതിൻ്റെ റീസൺ എന്നാന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ചിലപ്പം എന്ത് റീസൺ കൊണ്ടാണ് അവിടെ എഴുതിയേക്കുന്നത് ആ റീസൺ നിങ്ങൾ വായിക്കുക. ഇപ്പോൾ ഡിജോക്സിന് ഹാർട്ട് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് യു ആർ ടേക്കിംഗ് ഡിജോക്സിൻ ഫോർ ഹാർട്ട് റേറ്റ് മെയിൻറ്റെയിൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡിയോവാസ്കുലർ പ്രോബ്ലം അത് തന്നെയാണ് അവിടെ എഴുതിയേക്കണം, അത് തന്നെയാണ് വായിക്കുക. പിന്നെ രാമിപ്രിൽ മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും AF-നാണോ അത് എന്താണ് എഴുതിയേക്കണം അത് വായിക്കുക. കൊക്കോഡമോൾ ഇസ് ഫോർ ദ പെയിൻ ആണ്. സോ let me go and take the go to the drug trolley എന്ന് പറയാം. എന്നിട്ട് പറയാം drug trolley is clean and tidy within 24 hours of use. So the BNF is present. Then the drug trolley is locked. Then നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ആൽക്കഹോൾ ജെൽ ഇസ് ജസ്റ്റ് ദെയർ. അപ്പോൾ ഓൾ ദ ടൈമിൽ നമ്മളിങ്ങനെ പോകുന്നത് എല്ലാവിടെയൊക്കെ ടച്ച് ചെയ്ത് അവിടെയൊക്കെ പോയി ഹാൻഡ് ഹൈജീൻ ചെയ്യുക. അപ്പം പേഷ്യൻ്റ് റിസ്റ്റ് ബാൻഡ് തൊട്ട് കഴിയുമ്പോൾ ഹാൻഡ് ഹൈജീൻ ചെയ്യുക, കോൾബെൽ തൊട്ട് കഴിയുമ്പോൾ ഹാൻഡ് ഹൈജീൻ ചെയ്യുക. ചുമ്മാ കാണിച്ചാൽ മതി, ഷോ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഡ്രഗ് ചാർട്ട് ഇത് വായിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സൈൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡ്രഗ് ചാർട്ട് എടുത്തുകൊണ്ട് ഡ്രഗ് ട്രോളിൽ അവിടെ പോയിട്ട് ഇങ്ങനെ സൈഡിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ മെഡിക്കേഷൻ്റെ ബോട്ടിലുണ്ടായിരിക്കും, നമ്മൾ തുറന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് എടുക്കുമ്പോഴേക്ക്. എന്നിട്ട് നമ്മൾ വായിച്ചിട്ട് പറയും ഓക്കെ ദ ഫസ്റ്റ് മെഡിക്കേഷൻ ഈസ് ഫ്ലൂസിമൈഡ്. സോ പേഷ്യൻ്റ് നെയിം ഈസ് ഫ്ലൂസിമൈഡ് എന്ന് ബോട്ടിലെടുത്ത് കഴിഞ്ഞിട്ട് ഓക്കെ ദിസ് മെഡിക്കേഷൻ ഈസ് ഫ്ലൂസിമൈഡ്. സോ ഞാൻ പറയട്ടെ. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്നത് 40 mg. ഓക്കെ ദിസ് മെഡിക്കേഷൻ ഈസ് 20 mg. So furosemide, the expiry date is 2/2023, and the bottle is intact. I mean, is not damaged, is not broken or അങ്ങനെ എന്താണെന്ന് വെച്ചാൽ പറയാം. എന്നിട്ട് patient name is
പോൾ സ്മിത്ത് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഈസ് 28/3/1944. എത്രയാണോ ഡേറ്റ് ഓഫ് ബർത്ത് അത് പറയാം. And the right time is 2 o'clock, and his right time is 2 o'clock, and prescription is valid and legible, and right route is orally, and അപ്പം നമ്മൾ 6 റൈറ്റ്സ്, അതായത് റൈറ്റ് പേഷ്യൻറ്റ്, റൈറ്റ് ഡോസ്, റൈറ്റ് ഡ്രഗ്, റൈറ്റ് ടൈം, റൈറ്റ് പ്രിസ്ക്രിപ്ഷൻ, പിന്നെ എന്താണ് റൈറ്റ്, അത് ഞാനോട് പറഞ്ഞു റൈറ്റ് റൂട്ട്. അപ്പം എല്ലാ 6 hours നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മെഡിക്കേഷൻ, അപ്പം ഓക്കെ, ഐ ഹാവ് ടു ഗീവ് ഫ്ലൂസിമൈഡ് 40 mg, സോ ദിസ് ഇസ് 20 milligram ടാബ്ലറ്റ്. സോ ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദ മെഡിക്കേഷൻ. നമ്മുടെ മെഡിക്കേഷൻ്റെ ലിഡയിലേക്ക് മെഡിക്കേഷൻ, അപ്പോൾ നമ്മൾ 2 ടാബ്ലറ്റ് എടുത്ത് ഫ്ലൂസിമൈഡ്. അപ്പോൾ എൻ്റെ 2 ബോട്ടിലുള്ളൂ, അത് പറഞ്ഞാൽ എല്ലാം കൂടെ കാണിക്കുകയാണ്. എന്നിട്ട് വി ആം ട്രാൻസ്ഫറിങ് ത്രൂ ദ മെഡിസിൻ കപ്പ്. ഓക്കെ, എല്ലാം സെപ്പറേറ്റ് മെഡിസിൻ കപ്പിൽ നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കാം. നമുക്കവിടെ അധികം കാണത്തില്ല, അപ്പോൾ അങ്ങനെ പറയാം. അപ്പം നമ്മൾ ഡിജോക്സിൻ, ഓക്കെ, ഡിജോക്സിൻ. അപ്പോൾ ഒരെണ്ണത്തിന് നമ്മൾ എല്ലാ 6 hours പറഞ്ഞാൽ മതി, മറ്റതിനൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡിജോക്സിൻ ഐ ഹാവ് ടു ഗീവ് 125 microgram. സോ യാ, this is 125 microgram, so it's 1 tablet. So I'm just transferring to the medicine cup എന്ന് പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് രാമിപ്രിൽ, ഹിസ് മെഡിക്കേഷൻ is 10 milligram. Okay, I'm taking രാമിപ്രിൽ 10 milligram. So this is 5 milligram tablet. So I'm taking 2 milligram, transferring to the medication without touching. Okay, എന്നിട്ട് അത് തിരിച്ചു വെക്കുക. എല്ലാ പ്രാവശ്യം ഓരോ മെഡിക്കേഷൻ ഇത് എടുക്കുമ്പോഴത്തേനും ബോട്ടിൽ ഈസ് ഇൻടാക്ട്, ഐ മീൻ ദിസ് ഇസ് നോട്ട് ഓപ്പൺ. പിന്നെ എക്സ്പയറി ഡേറ്റ് ഈസ് ദിസ് മെഡിക്കേഷൻ പേഷ്യൻ്റ് മെഡിസിൻ്റെ പേര്, എക്സ്പയറി ഡേറ്റ് എല്ലാം നമ്മൾ വായിക്കണം കേട്ടോ. അപ്പം പിന്നെ പേഷ്യൻ്റ് ഹാസ് എക്സ്പീരിയൻസ് സം പെയിൻ, ഹീസ് ഇൻ മോഡറേറ്റ് പെയിൻ, സോ ഹാവ് ടു ഗീവ് കൊക്കാഡമോൾ. സോ ഐ എം ജസ്റ്റ് ടേക്കിംഗ് കൊക്കാഡമോൾ 30 or 500 gram, 2 tablets ആണ്. അപ്പോൾ നമ്മൾ 2 ടാബ്ലറ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ പേഷ്യൻ്റ് എടുത്തു. അപ്പോൾ നമ്മൾ താഴെ പോയി എടുത്തിടല്ലോ, താഴെ പോയാലും നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. സോ ഐ ഹാവ് ജസ്റ്റ് ഡ്രോപ്പ് 1 tablet, സോ ഐ വിൽ ഡിസ്കാർഡ് ദ ടാബ്ലറ്റ് ലേറ്റർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ടാബ്ലറ്റും കൂടി എടുത്തിട്ട് അതിനകത്തേക്ക് ഇടണം കേട്ടോ, കറക്റ്റായിട്ട്. ഞാനിപ്പോൾ അങ്ങ് ചുമ്മാ എടുത്തിട്ടൊന്നും അങ്ങനെ ഇടാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഇതുമായിട്ട് പോവുകയാണ്. എന്നിട്ട് പേഷ്യൻ്റ് ഡ്രഗ് ചാർജായിട്ട് പോവുകയാണ്. എന്നിട്ട് ഓക്കെ, അപ്പോൾ ഐ എം ജസ്റ്റ് ബാക്ക് വിത്ത് ബോട്ടായിട്ട് പോവുകയാണ്. ഓക്കെ, പോൾ സ്മിത്ത്, ഐ എം ബാക്ക് വിത്ത് യുവർ മെഡിക്കേഷൻസ്. യു ആർ ടേക്കിംഗ് ഫ്ലൂസിമൈഡ്, രാമിപ്രിൽ. അപ്പം അതിൻ്റെ എന്താണ് ഗുണം, എന്തിനാണ് നമ്മൾ കൊടുക്കണമെന്ന് പറയണം. ഫ്ലൂസിമൈഡ് യു ആർ ടേക്കിംഗ് ഫോർ ദിസ് യൂസ്, രാമിപ്രിൽ യു ആർ ടേക്കിംഗ് ഫോർ ദിസ്. അവിടെ ഞാൻ എന്താ പറയത്തില്ല, അതിനകത്തല്ല എന്താണ് എഴുതിയേക്കണേ, കാർഡിയോവാസ്കുലർ പ്രോബ്ലത്തിനാണോ എന്തിനാണെന്ന് ഓരോന്നും അവർ ആ പേഷ്യൻ്റ് എന്തിനാണ് ഉപയോഗിക്കണം അത് നമ്മൾ അത് എഴുതിയേക്കണം വായിക്കേണ്ടത്. എന്നിട്ട് ഇന്ന യൂസിനൊക്കെയാണ് യു ആർ ടേക്കിംഗ് ദിസ് മെഡിക്കേഷൻ ഫോർ എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് ബിക്കോസ് ആൻഡ് യു ഹാവ് എക്സ്പ്ലെയിൻ ടു മീ ലൈക്ക് യു ആർ ഇൻ പെയിൻ, സോ ഐ ആം ടേക്കിംഗ് കൊക്കാഡമോൾ, ഐ ആം ഗിവിംഗ് കൊക്കാഡമോൾ എന്ന് പറയുക. എന്നിട്ട് ഓക്കെ, സോ ക്യാൻ യു പ്ലീസ് കൺഫേം യുവർ നെയിം അഗെയിൻ എന്ന് ചോദിക്കുക. ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് 28/4/68. Okay, and the hospital number is 004678. Yeah. Okay, have you got any allergies? Yes. Yeah, what you are allergic with? Rashes. Penicillin. So what will happen if you take penicillin? Rashes. Okay, I haven't taken any medication containing penicillin. Okay, so here is your medication. Okay, and this is the water for you. Okay. Are you going to take the tablet 1 by 1 or all in one go? 1 by 1. Okay. Okay. Have you swallowed the medication? Yes. Okay. Thank you very much for your cooperation. Okay, so okay, I'm just in the medication. Okay, I'm going to sign the medication in the medication. Sign ഓക്കെ, ഐ ഹാവ് സൈൻഡ് എവറിത്തിങ്. പിന്നെ ഞാൻ പറഞ്ഞു പുതിയ മെഡിക്കേഷൻ ചാർട്ടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ പേര് എഴുതിയതിൻ്റെ താഴെയായിട്ട് നേഴ്സിന് സൈൻ ചെയ്യാനായിട്ട്, അപ്പോൾ അവിടെ നേഴ്സിൻ്റെ അതും സൈൻ ചെയ്യണം കേട്ടോ. അതാണ് ഇപ്പോഴത്തെ ഞാൻ ചെയ്തപ്പം അങ്ങനെയായിരുന്നു, മാറ്റിയായിരുന്നു. ഓക്കെ, so I'm going to here is the call bell. If you need anything just ring the bell എന്ന് പറയുക. എന്നിട്ട് നമ്മൾ വന്നിട്ട് ഗ്ലൗസ് ആൻഡ് ഏപ്രൺ റിമൂവ് ചെയ്യുക. ദെൻ യു ക്യാൻ സേ ഐ എം ഡൂയിങ് മൈ ഫൈനൽ ഹാൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞിട്ട് ഫുൾ പ്രൊസീജിയർ ഇങ്ങനെ ചെയ്യുക. ആക്ഷൻ കാണിച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ടൈം ഓൾറെഡി തീർന്ന് കാണും, 15 മിനിറ്റ് തീർന്ന് കാണും. അപ്പം അത്രയാണ് ഉള്ളത്. കുറേ നാളായി, ഇപ്പോൾ എത്ര നാളായി എക്സാം കഴിഞ്ഞിട്ട്, ഇപ്പോൾ കുറേ മാസമായി, കുറച്ചൊക്കെ ഇതായിപ്പോയി, മറന്നുപോയി. പെട്ടെന്ന് ഒരു പ്രാക്ടീസ് ഒന്നുമില്ല, പെട്ടെന്ന്
ലേസർ നോക്കുന്ന മറ്റേ സ്കാൻ ആട്ടോ അത് മാറ്റി എന്ത് മറ്റേ ലേസറിന് സാധനം മറ്റേതല്ല ടിംബാനിക്കല്ല ആര് മാറ്റി ഓസ്കിയുടെയോ ആണോ അതും പറഞ്ഞു ഓക്കെ ഞാൻ ജനുവരിയിൽ എക്സാം എഴുതിയപ്പോൾ എനിക്ക് ടിംപാനിക് തെർമോമീറ്റർ ആയിരുന്നു അപ്പോൾ അവരെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ദേ വിൽ ലെറ്റ് യു നോ സോ നൗ ദേ ആർ യൂസിങ് ദ ദ ലേസർ വൺ so you don't need to touch or you don't need to put anything in the ear or anything. Yeah. Okay. There will be always some changes. So don't imagine like that's the thing is going to happen. Just keep in mind like a rough idea. Then just go and do whatever you can. You can do better. But ഭയങ്കര കെയർഫുൾ ആയിരിക്കേണ്ടതാണ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഇത്. മെഡിക്കേഷനെ കുറിച്ച് അവെയർ ഉണ്ടായിരിക്കണം. എനിക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. നമ്മൾ 2 മെഡിക്കേഷനെ കൊടുക്കാനുള്ളൂ. 3ാമത്തെ മെഡിക്കേഷൻ തെറ്റായിരിക്കും എന്ന് വിചാരിക്കരുത്. നമുക്ക് ചിലപ്പോൾ അവർ എത്ര മെഡിക്കേഷനാണ് കൊടുക്കാൻ തരുന്നത് അത്രയും നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ സ്റ്റോപ്പ് ഡേറ്റ് അവർ എഴുതത്തില്ല. ഇപ്പോൾ ഡ്യൂറേഷൻ ഫോർ 5 days ആണെങ്കിൽ ദാറ്റ്സ് ഇറ്റ്. സോ ദേ ഡോണ്ട് റൈറ്റ് ദ സ്റ്റോപ്പ് ഡേറ്റ്. ഓക്കെ, സോ യു കാൺ സേ ദാറ്റ് പ്രിസ്ക്രിപ്ഷൻ ഇസ് നോട്ട് വാലിഡ് എന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ സ്റ്റാർട്ട് ഡോസ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ റെഗുലർ മെഡിക്കേഷൻ ആണെങ്കിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു പാരസിറ്റാമോളൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് 2 hours അപ്പം ഏർലി ആയിട്ട് നമുക്ക് കൊടുക്കാം. അതിൽ കൂടുതൽ 1/2 hour ഏർലി ഒക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഒത്തിരി നേരത്തെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം എന്തെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്നാന്ന് അവിടെ കോഡ് വന്നിട്ടുണ്ട്, വെച്ചിട്ട് അവിടെ അത് എഴുതിയണം. പിന്നെ എന്നാ പറയണ്ടേ, ടൈം നോക്കണം നമ്മൾ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന സമയം. പിന്നെ ആ യൂസ് അത് ഒരിക്കലും മറക്കരുത്. എന്താണോ ഞാൻ പഠിച്ചേക്കുന്ന യൂസ്, ഇപ്പം കൺട്രോൾ റെഗുലേറ്റ് ദ ബ്ലഡ് പ്രഷർ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ അവരെന്നോട് പിന്നെയും ചോദിച്ചു അതിനാണോ പേഷ്യൻ്റ് എടുക്കണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ഡ്രഗ് ചാർട്ട് ഫുള്ള് വായിച്ചല്ല, അപ്പോൾ പിന്നെയും നമ്മളത് വായിക്കണം എന്ന് എനിക്കറിയില്ല. പുള്ളിക്കാർ പറഞ്ഞു ചെക്ക് ദ ഡ്രഗ് ചാർട്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെക്ക് ചെയ്യുമ്പം പേഷ്യൻ്റ് ഇസ് ടേക്കിംഗ് ഫോർ കാർഡിയോവാസ്കുലർ പ്രോബ്ലം അല്ലെങ്കിൽ പേഷ്യൻ്റ് ഇസ് ടേക്കിംഗ് ഫോർ AF എന്ന് പറഞ്ഞു. ഓക്കെ, സോ പേഷ്യൻ്റ് ഇസ് ടേക്കിംഗ് ഫോർ ദാറ്റ് റീസൺ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അതാണ് പറയേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള പുതിയ പാട്ടായ നഴ്സിൻ്റെ സിഗ്നേച്ചർ ഇടാൻ മറക്കരുത്. കാരണം ഇപ്പം അങ്ങനെയാണ് നഴ്സിൻ്റെ സിഗ്നേച്ചർ ഇടണം. അപ്പം പിന്നെ എന്താണ്, ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. മേക്ക് ഷുവർ ആണ് പേഷ്യൻറ്റ് സ്വാളോവ് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കണം ഹാവ് യു സ്വാളോവ്ഡ് എന്ന് ചോദിക്കാം. പേഷ്യൻ്റ് ഓപ്ഷൻ കൊടുക്കണം, യു വാണ്ട് ടു ടേക്ക് 1 by 1 ഓർ ഓൾ ഇൻ 1 go. അതുപോലെ മേക്ക് ഷുവർ ആണ് പേഷ്യൻ്റ് ഹാസ് നോ പ്രോബ്ലം വിത്ത് സ്വാളോവിങ്. ഇഫ് യു ഹാവ് എനി അങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യൂ. അപ്പം ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ അടിക്കുക. പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. അപ്പോൾ അതിന് ഞാനും ഇനിയും അടുത്ത ഇവാലുവേഷൻ ഉണ്ട്. അപ്പോൾ ഇവാലുവേഷൻ വീഡിയോ എനിക്ക് തന്നെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ചെയ്യാത്ത സ്കിൽസ് എന്തൊക്കെയാണോ അത് ചെയ്യാം. പിന്നെ CBT ഞാൻ എൻ്റെ പഴയ ബുക്കുകളൊക്കെ തപ്പിയെടുക്കട്ടെ, അതും ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പം കീപ് വെയിറ്റിംഗ്, ഉടനെ വരുന്നത്.